ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതെല്ലാം അറിഞ്ഞാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് പോകുന്ന ഒരു കുട്ടിക്ക് ചെറിയ അറിവ് പോലും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ജനറൽ തെർമോഡൈനാമിക് പ്രോസസ്സ് പറയാണ്. ഐസോതേർമൽ, ഐസോബാറിക്, ഐസോകോറിക്, അഡിയാബാറ്റിക്, ഈ 4 പ്രോസസ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 6. 1 mole ഓഫ് എ ഗ്യാസ് ഓഫ് ഗാമ, ഗാമ എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ് ആണ്, അറ്റ് എ പ്രഷർ P എക്സ്പാൻഡ്സ് ഐസോതേർമലി. അപ്പോൾ എക്സ്പാൻഷനാണ് ഐസോതേർമലി ടു ഡബിൾ ഇറ്റ്സ് വോളിയം. അതിനുശേഷമോ ഇഫ് ദി ഗ്യാസ് ഈസ് ദെൻ കംപ്രസ്ഡ്, റിവേഴ്സ്, എക്സ്പാൻഷൻ്റെ ഓപ്പോസിറ്റ് ആണല്ലോ കംപ്രഷൻ, തിരിച്ചു വരാണ്. കംപ്രസ്ഡ് പക്ഷെ ഐസോതേർമലി അല്ല, അഡിയാബാറ്റിക്കലി. അപ്പോൾ തിരിച്ചു വരുന്നത് വേറെ പ്രോസസ്സ് കൂടിയാണ്. പോയ സ്ഥലത്തേക്ക് തന്നെ അവിടുന്ന് പഴയ സ്ഥലത്തേക്ക് തിരിച്ചു വരാം, ടു ഇറ്റ്സ് ഇനീഷ്യൽ വോളിയം. അപ്പോൾ ആദ്യമുള്ള വോളിയത്തിലേക്ക് തന്നെ തിരിച്ചു വന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫൈനൽ പ്രഷർ എന്തായിരിക്കും? പെട്ടെന്ന് ഇപ്പോൾ ഒരു തോന്നും ഇനീഷ്യൽ പ്രഷർ പിയിലേക്കല്ലേ? അല്ല, ഫസ്റ്റ് ചോയ്സ് ഉണ്ടോ? അങ്ങനെ തോന്നിയാൽ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ചോയ്സ്, പി അല്ല. കാരണം എന്താ? അങ്ങോട്ട് പോയത് ഐസോതേർമലിയാണ്, ഇങ്ങോട്ട് വന്നത് ഐസോതേർമലി അല്ലല്ലോ, അഡിയാബാറ്റിക്കലി അല്ലേ. അപ്പോൾ പഴയ സ്ഥലത്തേക്ക് തിരിച്ചെത്തിയെങ്കിലും അതേ പ്രഷർ ആവണം എന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രഷർ വോളിയം റിലേഷൻ, അതാണ് ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത. പ്രഷർ വോളിയം റിലേഷൻ 2 പ്രോസസ്സ് ഉണ്ട്. ഫോർ ഐസോതേർമൽ പ്രോസസ് നമ്മൾ പഠിച്ചു പി വി ഈസ് എ കോൺസ്റ്റൻ്റ് എന്നാണ്. അപ്പോൾ പ്രഷർ വോളിയം റിലേഷനിൽ പി വി ഈസ് കോൺസ്റ്റൻ്റ്. അപ്പോൾ അതിൻ്റെ അർത്ഥം P1 V1 ഈസ് ഈക്വൽ ടു P2 V2. ഓക്കെ, പി വി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ P1 P ആണ്. ഓക്കെ, പി ഇനീഷ്യൽ വോളിയം പറഞ്ഞിട്ടില്ല, നമുക്കത് വി എന്ന് എടുക്കാം, വി. അപ്പം അങ്ങനെയാണെങ്കിൽ P2 എത്രയായിരിക്കും? P2 എന്ന് എഴുതാം. V2 എന്താ? ഡബിൾ ഇറ്റ്സ് വോളിയം. അപ്പോൾ V2 2V. അപ്പോൾ ഇതിൽ നമുക്ക് P2 എന്ത് കിട്ടും? P2 ഈസ് ഈക്വൽ ടു, കാരണം ഈ വിയും വെട്ടിപ്പോവും, വിയും വെട്ടിപ്പോവും. അപ്പോൾ P2 ഈസ് ഈക്വൽ ടു എന്താവും? P/2. ക്ലിയർ ആയോ? അപ്പോൾ P/2 അല്ല ആൻസർ. ഈ P/2 എന്ന് പറയുന്നത് ഐസോതേർമൽ എക്സ്പാൻഷൻ നടന്നു കഴിഞ്ഞതിന് ശേഷം, വോളിയം ഡബിൾ ആയി കഴിഞ്ഞതിന് ശേഷം ഉള്ള പ്രഷറാണ്. ഇനി അവിടെ നിന്ന് കംപ്രസ്ഡ് ആവാണ്. ഓക്കെ, അപ്പോൾ കംപ്രഷൻ എങ്ങനെയാ? ഫോർ അഡിയാബാറ്റിക് പ്രോസസ്, അത് കംപ്രഷൻ ആയാലും എന്തായാലും, ഫോർ അഡിയാബാറ്റിക് പ്രോസസ് നമുക്ക് വേണ്ട ഇക്വേഷൻ ഇതാണ്, പി വി റേസ് ടു ഗാമ ഈസ് കോൺസ്റ്റന്റ് എന്നാണ്. ഓക്കെ, അപ്പോൾ P1 P2 ആയി, V1 V2 ആയി. ഇനി അവിടെ നിന്ന് തിരിച്ചു വരികയാണ്. അപ്പോൾ നമുക്ക് തിരിച്ചു വരുമ്പോൾ ഇതല്ലേ അഡിയാബാറ്റിക്കിൻ്റെ ഇനീഷ്യൽ. അപ്പോൾ P2 V2 ഈസ് ഈക്വൽ ടു, തിരിച്ചു വരുമ്പോഴുള്ള ഫൈനൽ പ്രഷർ നമുക്ക് P3 എന്ന് എടുക്കാം. അപ്പോൾ വോളിയം V3. ഇവിടെ ഗാമയുണ്ട്, ഗാമ അഡിയാബാറ്റിക് പ്രോസസ് അതല്ലേ. അപ്പോൾ P2 V2 റേസ് ടു ഗാമ ഇസ് ഈക്വൽ ടു P3 V3 റേസ് ടു ഗാമ. എന്താണ് P2 V2? ഐസോതേർമലിൻ്റെ ഫൈനൽ പ്രഷറും ഫൈനൽ വോളിയവും. അപ്പോൾ അവിടെ P2 എന്താണ്? P/2 V2 ഇരട്ടി ആയിരുന്നല്ലോ. അപ്പോൾ 2V റേസ് ടു ഗാമ. P3 ആണ് നമുക്ക് കാണേണ്ടത്. ടു ഇനീഷ്യൽ വോളിയം എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വോളിയം V ആണ്, V റേസ് ടു ഗാമ. അപ്പോൾ അതിൽ ശ്രദ്ധിച്ചു നോക്കൂ, പിയും P3 അപ്പം എന്താ വരിക? P/2 2 റേസ് ടു ഗാമ V റേസ് ടു ഗാമ. ഇവിടെയും V റേസ് ടു ഗാമ വരും. അപ്പോൾ ഇവിടെയുള്ള V റേസ് ടു ഗാമയും ഇവിടെയുള്ള V റേസ് ടു ഗാമയും വെട്ടിപ്പോവും. അപ്പോൾ P3 എന്താ വരിക? P3
ഈസ് ഈക്വൽ ടു പി ബൈ 2 ഇൻറ്റു 2 റേസ് ടു ഗാമ. ബാക്കി വെട്ടിപ്പോവും. ഗാമ 3/2 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്നിങ്ങനെ സെപ്പറേറ്റ് ചെയ്യാണ് മനസ്സിലാക്കാനായിട്ട്. പി ഈക്വൽ ടു പി ബൈ 2 ഇൻറ്റു 2 റേസ് ടു 3/2. ഇതെത്ര വരും അപ്പോൾ? 2 റേസ് ടു 3/2 എന്താണ് ശരിക്കും? 2 റേസ് ടു 3/2 എന്താ വരിക? പി ബൈ 2 ഇൻറ്റു 2 വെട്ടിക്കാൻ പറ്റുമോ? അങ്ങനെ വെട്ടിയവരൊക്കെ ഉണ്ട് കേട്ടോ. 2 വെട്ടി 3/2 അങ്ങനെ എഴുതാൻ പറ്റുമോ നമുക്ക്? അതെന്താ ശരിക്കും? പി ബൈ 2 ഇൻറ്റു 2 ക്യൂബ് എന്താണ്? 8. 2 ക്യൂബ് 8 ആണ്. 8ൻ്റെ റൂട്ടാണ് റൂട്ട് 8. അപ്പോൾ ദിസ് ഈസ് പി ബൈ 2 ഇൻറ്റു റൂട്ട് 8 ഈസ് 2 റൂട്ട് 2. 2 2 വെട്ടിപ്പോവും. ഫൈനൽ ആൻസർ അപ്പം എന്താണ്? പി റൂട്ട് 2. പാടില്ലേ? ആൻസർ ഈസ് സി, പി റൂട്ട് 2. മനസ്സിലായോ? ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 7. ഹൗ മെനി ടൈംസ് ദി വോളിയം ഓഫ് എ ഡയറ്റമിക് ഗ്യാസ് ഷുഡ് എക്സ്പാൻഡ്? അതായത് ഒരു ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യണം. ആ ഗ്യാസ് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യണം? ഡയറ്റമിക് ഗ്യാസിൻ്റെ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യണം? അഡിയാബാറ്റിക്കിൽ എക്സ്പാൻഡ് ചെയ്യണം. എത്ര പ്രാവശ്യം വോളിയം കൂടണം? ഇരട്ടിയാണോ 3 ഇരട്ടിയാണോ എന്നറിയില്ല. എക്സ്പാൻഡ് അഡിയാബാറ്റിക്കലി. കണ്ടീഷൻ എന്തിനു വേണ്ടിയിട്ട്? ടു റെഡ്യൂസ് ഇറ്റ്സ് RMS സ്പീഡ് ടു ഹാഫ് ഇറ്റ്സ് ഇനീഷ്യൽ വാല്യൂ. അതായത് എല്ലാ ഗ്യാസ് മോളിക്യൂൾസിനും ഒരു RMS സ്പീഡ് ഉണ്ട്. അത് നമ്മൾ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൽ പഠിച്ചിട്ടുണ്ട്. ആ RMS സ്പീഡ് ഇപ്പോൾ ഉള്ളതിൻ്റെ എത്രയാവണം? പകുതി ആവണം. ഇപ്പം എത്രയാണോ അതിൻ്റെ പകുതി ആവണം. അങ്ങനെ ആവണമെങ്കിൽ ഈ ഗ്യാസിൻ്റെ വോളിയം എത്ര കൂട്ടണം? അപ്പോൾ RMS സ്പീഡിൻ്റെ ഫോർമുല അറിയണം. ഇനി ആ ഫോർമുല ഈ വോളിയമായിട്ട് എങ്ങനെ ബന്ധപ്പെടുത്താമെന്ന് അറിയണം. എന്നാലേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ശരിക്കും കണ്ടോ, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസും തെർമോഡൈനാമിക്സിൻ്റെ അഡിയാബാറ്റിക് പ്രോസസ്സും ലിങ്ക് ചെയ്യുന്നൊരു ക്വസ്റ്റ്യനാണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒറ്റ ക്വസ്റ്റ്യൻ കൊണ്ട് കുറേ ഭാഗത്തേക്ക് പോവാം. അതെല്ലാം അറിഞ്ഞാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ എന്താ? അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് RMS സ്പീഡിൻ്റെ ഫോർമുല എടുക്കാം. RMS സ്പീഡിൻ്റെ ഫോർമുല എന്താണ്? സി ബാർ RMS സ്പീഡ് is equal to in terms of temperature. നമുക്ക് ഇങ്ങനൊരു ഫോർമുലയേ ഉള്ളൂ. 3RT/m. R എന്താ? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. അത് ഏത് ഗ്യാസിനും അത് കോൺസ്റ്റൻ്റ് ആണ്. M എന്താ? മോളാർ മാസ്. ഗ്യാസ് മാറുന്നില്ല, ഒരേ ഗ്യാസ് ഉണ്ടല്ലേ. അപ്പോൾ എമ്മും കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ സി ബാറ് എന്താവണം എന്നാണ് പറഞ്ഞത്? പകുതി ആവണം. സി ബാർ ടു റെഡ്യൂസ് ഇറ്റ്സ് RMS സ്പീഡ് ടു ഹാഫ്. അപ്പോൾ സി ബാറ് പകുതി ആവണമെങ്കിൽ ടി എന്താവണം? ടി 1/4 ആവണം. കാരണം റൂട്ടിൻ്റെ ഉള്ളിലല്ലേ. T/4 ആയാലല്ലേ ഒരു 2 താഴെ വരുള്ളൂ. അപ്പോൾ ഇത് മനസ്സിലാക്കാം. അപ്പോൾ നമുക്കിതാണ് സി ബാറ് എത്രയായിട്ട് മാറണം? സി ബാർ ബൈ 2 ആവണം. ദെൻ ടി എത്രയാവണം? T/4 ആവണം. അപ്പോൾ ഈ ടിക്ക് പകരം T/4 വന്നാൽ ഒരു 1/2 എന്നുള്ള സാധനം പുറത്ത് വരും. RMS സ്പീഡ് പകുതിയാവും. അപ്പോൾ മനസ്സിലായോ? ഇതാവണം. ഇനി അഡിയാബാറ്റിക്കലി എന്ന് പറഞ്ഞിട്ടുണ്ട്. വോളിയമാണ് റിലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ടെമ്പറേച്ചർ വോളിയം റിലേഷൻ. അഡിയാബാറ്റിക്കിന് 3 റിലേഷൻ ഉണ്ട്. ഞാൻ മുമ്പത്തെ സെക്ഷനിൽ അത് പറഞ്ഞു. ഇവിടെ ടെമ്പറേച്ചർ വോളിയം റിലേഷൻ വേണം. ടെമ്പറേച്ചർ വോളിയം റിലേഷൻ എന്താണ് അഡിയാബാറ്റിക്കിന്? T(V raised to gamma minus 1) is constant. ഓക്കെ. അപ്പോൾ T1 V1 raised to gamma minus 1 is equal to T2 V2 raised to gamma minus 1. അപ്പോൾ ഗാമ വേണ്ടേ? അത് ഇതിന്ന് കിട്ടും. ഗ്യാസിൻ്റെ പേര് പറയുമ്പോൾ തന്നെ ഗാമയായി. ഓക്കെ, ഗാമ നമുക്ക് ലാസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ T1 എത്രയാ? T
V1 അറിയൂല. ഗാമ, ആറ്റമിക് ഗ്യാസിൻ്റെ ഗാമ എത്രയാണ്? 7/5 അല്ലേ? 7/5 ആണ് ഡയനാമിക് ഗ്യാസിൻ്റെ ഗാമ. അപ്പോൾ 7/5 - 1 is equal to T2 എന്താവണം? T/4 into V2 7/5 - 1. അപ്പോൾ ഇതെന്താ നമുക്ക് കിട്ടുക? ടീം ടി ഒന്ന് വെട്ടിപ്പോയി. V1/V2 V1/V2 നമ്മൾ ചോദിച്ചെന്താ? ഗ്യാസ് എത്ര എക്സ്പാൻഡ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. V2 എത്രയാണ് V1 എന്നാണ് നമ്മൾ അറിയേണ്ടത്. ഒരു കാര്യം ചെയ്യാം. ഇതിന് നമുക്ക് 4 into V1 raised to 7/5 - 1 എത്രയാ? 7/5 - 1 7 - 5 2/5 അല്ലേ? 4V1 raised to 2/5 is equal to V2 raised to 2/5. അപ്പോൾ V2 എത്രയായിരിക്കും? അല്ലെങ്കിൽ V2/V1 എത്രയായിരിക്കും? ഇത് കണ്ടുപിടിക്കാമല്ലോ. വാട്ട് ഈസ് V2/V1? V2/V1 raised to 2/5 is equal to 4. അപ്പോൾ how much is V2/V1? 4 raised to 2/5. V2/V1 raised to 2/5 is 4 എന്നാണ്. അപ്പോൾ നമുക്ക് V2/V1 എന്തായിരിക്കും? V2/V1 is equal to 4 raised to ഇതിൻ്റെ ഇൻവേഴ്സ് റേഷ്യോ അല്ലേ വരിക? 2/5 അല്ല, 5/2. അപ്പോൾ ഇതെത്രയാണ് വരിക? 4ൻ്റെ റേസ് ടു 5 1/2. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ 1/2 പവർ വന്ന റൂട്ട് ഓഫ് 4 raised to 5 ആണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കാം. ആദ്യം എന്ത് ചെയ്യാം? റൂട്ട് എടുക്കാം. ഇതാ 4ൻ്റെ റൂട്ട് എത്രയാ? 4ൻ്റെ റൂട്ട് പറയൂ. 2. 4ൻ്റെ റൂട്ട് 2 അല്ലേ? ഇത് 2 raised to 5 ആണ്. അപ്പോൾ അതെങ്ങനെ എഴുതിയെന്ന് മനസ്സിലായോ? This is equal to 4 raised to half raised to 5 ആണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു 5 4 raised to 5/2. അപ്പോൾ 4 raised to half 2 ആണ്. 2 raised to 5 എത്രയാ? 2 raised to 5 2 into 2 4 4 into 2 8 8 into 2 16 16 into 2 32. അപ്പോൾ V2 V1-നെക്കാൾ 32 ടൈംസ് എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ആൻസർ ഏതായിരിക്കും? ഡി. ഹൗ മെനി ടൈംസ് ദി വോളിയം ഷുഡ് എക്സ്പാൻഡ്? 32 ടൈംസ്. ഓക്കെ, 32 ടൈംസ്. ക്ലിയർ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ശരിക്കും പറഞ്ഞ ഒരു ഗ്രാഫാണ്. പല പ്രോസസ്സിൻ്റെ ഗ്രാഫുകളാണ്. ക്വസ്റ്റ്യൻ 8 നോക്ക്. ഇൻ ദി PT ഡയഗ്രാം, PT പ്രഷർ ടെമ്പറേച്ചർ. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തെർമോഡൈനാമിക്സ് പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, ഇത് മൂന്നാണ് നിങ്ങൾ പഠിച്ചത്. പിന്നെ ഒരു എൻട്രോപ്പിയും കൂടി ഉണ്ട്. പ്രഷർ, വോളിയം, ടെമ്പറേച്ചറിൽ പ്രഷറും വോളിയം തമ്മിലൊരു ഗ്രാഫ് വരാം, പ്രഷറും ടെമ്പറേച്ചറും തമ്മിൽ ഗ്രാഫ് വരാം, ടെമ്പറേച്ചർ, വോളിയം. അപ്പോൾ PV ഡയഗ്രാം, PT ഡയഗ്രാം, VT ഡയഗ്രാം ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഓരോ പ്രോസസ്സിനും നമ്മൾ മനസ്സിലാക്കണം എന്താ ചേഞ്ചസ്. ഇപ്പോൾ ഐസോബാറിക് പ്രോസസ്സ്, പ്രഷർ മാറില്ല. അപ്പോൾ പ്രഷർ കോൺസ്റ്റൻ്റ് ആയിട്ട് ബാക്കി വരയ്ക്കണം. അഡയാബാറ്റിക് പ്രോസസ്സാണ് ഇവിടെ തന്നിരിക്കുന്നത്. റെപ്രസെൻറ്റഡ് അഡയാബാറ്റിക്. അവിടെ ഒരു സ്പെല്ലിങ്ങിൻ്റെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, അത് ഞാൻ കറക്റ്റ് ചെയ്യാം. അഡയാബാറ്റിക് പ്രോസസ്സാണ്. അപ്പോൾ അഡയാബാറ്റിക് പ്രോസസ്സ്. അപ്പോൾ ഈ അഡയാബാറ്റിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ പറയാവോ? ഒന്നും കോൺസ്റ്റൻ്റ് അല്ല അല്ലേ? പ്രഷറും മാറും, വോളിയവും മാറും,
ടെമ്പറേച്ചർ മാറും, ഒക്കെ മാറുന്നുണ്ട്. എന്തിൽ? അഡിയാബാറ്റിക് പ്രോസസ്സ്. അപ്പോൾ ഇൻ ആൻ അഡിയാബാറ്റിക് പ്രോസസ് പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ മാറും. അതാണ് CA. അപ്പോൾ CA എന്ന് പറയുന്നത് ഒരു അഡിയാബാറ്റിക് പ്രോസസ്സാണ് എന്നേ പറഞ്ഞിട്ടുള്ളത്. എക്സ്പാൻഷനാണോ കംപ്രഷനാണോ എന്ന് പറഞ്ഞിട്ടില്ല. ഇത് ശ്രദ്ധിച്ച് നോക്കൂ. സി നേയിലേക്ക് ഇങ്ങനെയാണ് പോണത്. സി നേയിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ പ്രഷർ കൂടി 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 വരുമ്പോൾ ടെമ്പറേച്ചറും കൂടാണ്. ഇതൊക്കെ നമ്മൾ ഈ ഗ്രാഫിൻ്റെ പ്രോബ്ലം വന്നാൽ നല്ല ഭംഗിയൊക്കെയാണ് കാണാൻ. പക്ഷേ മെനക്കേടാ. കാരണം എന്താ അറിയോ, ആ ചിത്രത്തിൽ നിന്ന് കുറേ ഇൻഫോർമേഷൻ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് മനസ്സിലാക്കണം. നമുക്കില്ലാത്തത് അതാണല്ലോ. അപ്പോൾ അത് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്കത് എക്സ്പീരിയൻസിലൂടെ ശരിയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രഷർ ഇങ്ങനെ കൂടി 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 വരുന്നു. അതല്ലേ ഗ്രാഫ് മുകളിലേക്ക് പോയത്. ടെമ്പറേച്ചറും കൂടി 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 വരുന്നു. അഡിയാബാറ്റിക്. അതേ സമയം സ്ട്രെയിറ്റ് ലൈനും അല്ല, കേർവ്ഡാണ്. അപ്പോൾ അതിന് എന്താ മനസ്സിലാക്കാവുന്നത്? പ്രഷർ കൂടുന്ന പോലെയല്ല ടെമ്പറേച്ചർ കൂടുന്നത്, പ്രഷർ ഇൻക്രീസ് ചെയ്യുന്ന പോലെയല്ല. അപ്പോൾ അഡിയാബാറ്റിക് പ്രോസസ്സ് ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. മൂന്നും കൂടി ചേർത്തിട്ട് എഴുതാവുന്ന ഇക്വേഷൻ ഇങ്ങനെയാണ്. അഡിയാബാറ്റിക് പ്രോസസ്സ്. മുമ്പ് നമ്മൾ ഈ രണ്ടെണ്ണം വെച്ചിട്ട് നമ്മൾ ഇക്വേഷൻ പറഞ്ഞു. പക്ഷേ പ്രഷറും വോളിയവും ടെമ്പറേച്ചറും ഇത് മൂന്നും കൂടി ചേർത്തിട്ട് നമുക്ക് എഴുതാവുന്നത് PV ഈസ് ഈക്വൽ ടു nRT. അല്ല, n കോൺസ്റ്റൻറ്റ്, R കോൺസ്റ്റൻറ്റ്. PV/T ഈസ് എ കോൺസ്റ്റൻറ്റ്. പ്രഷർ കൂടുന്നു. പ്രഷർ നല്ലോണം കൂടുമ്പോൾ ടെമ്പറേച്ചർ നല്ലോണം കൂടുന്നില്ല. അവിടെ ഗ്രാഫ് ഇങ്ങനെ പോവാണ്. അപ്പോൾ ഗ്രാഫ് ഇങ്ങനെ സ്റ്റീപ്പർ ആവാന്ന് പറഞ്ഞാൽ y ആക്സിസ് നല്ലോണം കൂടും, x ആക്സിസ് അത്രയും കൂടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ പ്രഷർ നല്ലോണം കൂടുന്നുണ്ട്, ടെമ്പറേച്ചറും കൂടുന്നുണ്ട്, പക്ഷെ പ്രഷറിൻ്റെ അത്രയില്ല. അപ്പോൾ ഇത് കോൺസ്റ്റൻ്റ് ആവണമെങ്കിൽ വോളിയം കുറയണം. ആലോചിക്കേട്ടോ. പ്രഷർ കൂടി, അപ്പോൾ ന്യൂമറേറ്റർ കൂടി, ടെമ്പറേച്ചറും കൂടി. ഇത് രണ്ടും ഒരേപോലെയാണെങ്കിൽ ഇത് കോൺസ്റ്റൻ്റ് ആക്കി നിർത്താം. പക്ഷേ പ്രഷർ കൂടി, ടെമ്പറേച്ചറും കൂടി, പക്ഷേ പ്രഷറിൻ്റെ അത്രയും കൂടുന്നില്ല. അപ്പോൾ ഇത് കോൺസ്റ്റൻ്റ് ആവണമെങ്കിൽ വോളിയം കുറയണ്ടേ. അപ്പോൾ അത് എന്ത് മനസ്സിലാക്കി? അഡിയാബാറ്റിക് പ്രോസസ്സിൽ CA ഈസ് an adiabatic compression ആണ്. വോളിയം ഈസ് ഡിക്രീസിങ്. അപ്പോൾ CA നമുക്കൊരു അഡിയാബാറ്റിക് കംപ്രഷൻ ആണെന്ന് കിട്ടി. ഓക്കെ, ഇത് നമുക്ക് ഫസ്റ്റ് പോയിന്റ് കിട്ടിയത്. പിന്നെ AB എന്താണ്? AB നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ. AB പ്രഷറിൽ മാറ്റം വരുന്നുണ്ടെങ്കിലും ടെമ്പറേച്ചർ സെയിം അല്ലേ? അപ്പോൾ അടുത്ത പോയിന്റ് എന്ത് കിട്ടി? AB ഈസ് an isothermal കംപ്രഷൻ ആണോ എക്സ്പാൻഷൻ ആണോ? പ്രഷർ കുറയല്ലേ? പ്രഷർ കുറഞ്ഞ് 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 വരാമെന്ന് പറഞ്ഞാൽ വോളിയം കൂടും. അപ്പോൾ ഇറ്റ് ഈസ് ഐസോതേർമൽ എക്സ്പാൻഷൻ. ഓക്കെ, ഇനി BC എന്താ? BC ടെമ്പറേച്ചർ ഇങ്ങനെ മാറി 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 വരുന്നു, പക്ഷെ പ്രഷർ സെയിം. BC ഈസ് പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്, ഈസ് an isobaric process ആണ്. ഐസോബാറിക് പ്രോസസ്. ഐസോബാറിക് പ്രോസസ്സിൻ്റെ ഇക്വേഷൻ എന്താ? V ഈസ് പ്രപ്പോർഷണൽ ടു T. ഇതെന്ന് തന്നെ എടുത്താൽ മതിയല്ലോ. ഐസോബാറിക് പ്രോസസ്സിൻ്റെ ഇക്വേഷൻ എന്താ? P കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ V/T കോൺസ്റ്റൻറ്റ്. അപ്പോൾ T കൂടിയാൽ V കൂടണം, T കുറഞ്ഞാൽ V കുറയണം. ഇവിടെ T എന്താ സംഭവിക്കുന്നത്? T കുറഞ്ഞ് 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 വരല്ലേ? അപ്പോൾ T കുറയുമ്പോൾ Vയും കുറയണം. സോ ഇറ്റ് ഈസ് എൻ ഐസോബാറിക് പറയൂ കംപ്രഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടോ ഇവിടെ ഈ 3 പ്രോസസ്സും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ക്വസ്റ്റ്യൻ നമുക്കൊരു ഹിൻറ്റ് തന്നിട്ടുണ്ട്. CA ഒരു അഡിയാബാറ്റിക് ആണെന്ന് തന്നിട്ടുണ്ട്, പക്ഷെ അത് ഒരു അഡിയാബാറ്റിക് കംപ്രഷനാണും ബാക്കി രണ്ടും എല്ലാം നമ്മൾ കണ്ടുപിടിച്ചു.
ഇനി നമുക്കിതിൻ്റെ പി വി ഡയഗ്രാം വരയ്ക്കണം. അപ്പോൾ പി വി ഡയഗ്രാം എങ്ങനെ വരയ്ക്കാം? ഇതിൻ്റെ ചോദ്യം അതാണ്. അങ്ങനെയാണെങ്കിൽ ഇതൊരു സൈക്ലിക് പ്രോസസ്സാണ്. സി എയിലേക്ക് പോയി എ ബിയിലേക്ക് പോയി തിരിച്ച് പഴയ സ്ഥലത്ത് തന്നെ എത്തി. അപ്പോൾ അതുപോലെ തിരിച്ച് പഴയ സ്ഥലത്ത് എത്തുന്ന പ്രഷർ സ്കെയിൽ നോക്കാം കേട്ടോ. പ്രഷർ ടെമ്പറേച്ചർ ആണെങ്കിൽ ആൻസർ പ്രഷർ വോളിയമാണ്. ഈ പ്രഷർ വോളിയം എങ്ങനെയായിരിക്കും വരിക നമുക്ക് നോക്കണമല്ലോ. ഐസോബാറിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ പി കോൺസ്റ്റൻ്റ് ആണ്, പ്രഷർ കോൺസ്റ്റൻ്റ്. ഓക്കെ, പ്രഷർ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന ഗ്രാഫ് ഒന്ന് എ ആണ്. ഇതാ പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്, ഇവിടെ അല്ല കണ്ടോ. പിന്നൊന്ന് ഡി ആണ്. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഗ്രാഫ് നോക്കി അപ്പോൾ എയോ ഡിയോ ആണ്. ഇനി അഡിയാബാറ്റിക് കംപ്രഷനാണ് സി എ, ഐസോതേർമൽ എക്സ്പാൻഷനാണ് എ ബി. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. അടുത്ത പോയിൻ്റാണ് ശ്രദ്ധിക്കുക. അഡിയാബാറ്റിക് സ്ലോപ്പ് ഈസ് ഗ്രേറ്റർ ദാൻ ഐസോതേർമൽ സ്ലോപ്പാണ് കേട്ടോ. അടുത്ത പോയിൻ്റ് ഏതാ നോക്കൂ. ഈ 3 പ്രോസസ്സും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. അതിലൊരു പ്രോസസ്സിൽ മാത്രമേ പ്രഷർ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നതായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളൂ. ഇവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്, പക്ഷേ ഇവിടെ ടെമ്പറേച്ചർ വരാത്ത ആക്സിസുകളാണ്. അഡിയാബാറ്റിക് സ്ലോപ്പ് ഐസോതേർമൽ സ്ലോപ്പിനേക്കാൾ കൂടുതൽ. അതിനർത്ഥം അഡിയാബാറ്റിക് ഈസ് സ്റ്റീപ്പർ ദാൻ ഐസോതേർമൽ. അപ്പോൾ ശ്രദ്ധിച്ചു നോക്കൂ. സി എ അഡിയാബാറ്റിക് നോക്കൂ. സി എ അഡിയാബാറ്റിക്, പ്രഷർ കൂടുന്നു, വോളിയം കുറയുന്നു. അപ്പോൾ സി എ അഡിയാബാറ്റിക് കംപ്രഷൻ. ശരി. എ ബി പ്രഷർ കുറയുന്നു, വോളിയം ഇവിടെ നിന്ന് ഇങ്ങനെ കൂടുന്നു. അപ്പോൾ എ ബി ഐസോതേർമൽ എക്സ്പാൻഷൻ. ഈ എ ബിയുടെ സ്ലോപ്പ് സി എയുടെ സ്ലോപ്പിനേക്കാൾ കുറവാണ്. അല്ലെങ്കിൽ തിരിച്ചു പറയാം, സി എയുടെ സ്ലോപ്പ് എ ബിയുടെ സ്ലോപ്പിനേക്കാൾ കൂടുതലാണ്. പിന്നെ ബി സി ആണെങ്കിൽ ഐസോബാറിക്കാണ്. അപ്പോൾ ഇതിൽ ഏതാ ഗ്രാഫ് വരാ? അല്ലേ? മനസ്സിലായോ? ഇതാണ് തിയറിയാണ്, ശരിക്കും തിയറിയാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. ഞാനൊരു ജനറലായിട്ടൊരു ടോപ്പിക്ക് നമ്മളെപ്പോഴും സിലബസിൽ നിന്നും കൊണ്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ആ സിലബസുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റിൻ്റെ എക്സാമിനേഷനോ ഒക്കെ ആയിരിക്കും. പക്ഷേ നമ്മൾ ഓൾ ഇന്ത്യ എക്സാമിനേഷനോ അങ്ങനെയുള്ള എന്തെങ്കിലും കോമ്പറ്റീഷനൊക്കെ പോണ സമയത്ത് കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് പോകുന്ന ഒരു കുട്ടിക്ക് ചെറിയ അറിവ് പോലും പ്രധാനപ്പെട്ടതാണ്. അയ്യോ അത് ഞങ്ങൾക്ക് വേണ്ട, അത് നമ്മുടെ സിലബസ് അങ്ങനെ ഇല്ല. എല്ലാ അറിവുകളും ചെറുതാണെങ്കിൽ പോലും അത് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ജനറൽ തെർമോഡൈനാമിക് പ്രോസസ്സ് പറയാണ്. ഐസോതേർമൽ, ഐസോബാറിക്, ഐസോകോറിക്, അഡിയാബാറ്റിക്, ഈ 4 പ്രോസസ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. ഇപ്പോൾ ജനറലായിട്ടുള്ള ഒരു ഇത് പറയാൻ പോവാണ്. അതാണ് നമ്മൾ ജനറൽ കേസിന് എടുക്കാൻ പോകുന്നതാണ് ഒരു പോളിട്രോപ്പിക് പ്രോസസ്സ്. പോളിട്രോപ്പിക് പ്രോസസ്സ് എന്താണ് ഈ പോളിട്രോപ്പിക് പ്രോസസ്സ്? അതൊരു ജനറൽ തെർമോഡൈനാമിക് പ്രോസസ്സാണ്. ഈ ജനറൽ തെർമോഡൈനാമിക് പ്രോസസ്സിൽ ഇതിൻ്റെ ഇക്വേഷൻ ഇതാണ്. പി വി റേസ് ടു എൻ ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. പി വി റേസ് ടു എൻ ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ എൻ എന്താണ്? എൻ എന്ത് വേണമെങ്കിലാവാം. അപ്പോൾ n 1 ആയാലോ ശ്രദ്ധിച്ച് നോക്കൂ. ഇതിൻ്റെ അകത്ത് n = 1 ആയാലോ പി വി ഈസ് കോൺസ്റ്റൻറ്റ് എന്നല്ലേ വരിക. പി വി ഈസ് കോൺസ്റ്റൻറ്റ് നമുക്കറിയാലോ. അതെന്ത് പ്രോസസ്സാണ്? ഐസോതേർമൽ. കണ്ടോ അല്ലേ? ഐസോതേർമൽ. ഈ n ഇപ്പോൾ n 1 ആയി. n 0 ആയാലോ? n 0
n 0 ആയാൽ P is a constant. എന്താ? ഐസോബാറിക് ആവും. മനസ്സിലായോ? അപ്പം ഇതുപോലെ നമുക്ക് എന്നിൻ്റെ വാല്യൂ, ഇപ്പം n ഗാമ ആയാലോ പി വി റേസ് ടു ഗാമ ഈസ് എ കോൺസ്റ്റൻറ്റ്. അഡിയാബാറ്റിക് ആയില്ലേ? അപ്പോൾ ഞാനിവിടെ അത് മുഴുവനും ഒന്ന് എഴുതി കാണിക്കാം. n 0 ആയാൽ എന്താ നമുക്ക് കിട്ടുക? പി ഈസ് എ കോൺസ്റ്റൻറ്റ്. ആ പ്രോസസ്സ് നമുക്കറിയാം. പി ഈസ് എ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ആ പ്രോസസ്സ് ഐസോബാറിക്. n ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആവുമ്പോഴാണ് നമുക്ക് എന്ത് പ്രോസസ്സ് വരാമെന്നറിയാം. n ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആവുമ്പോൾ ആണ് നമുക്ക് വി കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ കിട്ടുക. ആ പ്രോസസ്സ് ഐസോകോറിക് എന്ന് പറയും. when n is equal to infinity, ഐസോകോറിക്. ഇനി n is equal to ഗാമ ആയാൽ ആ പ്രോസസ്സ് അഡിയാബാറ്റിക്. അപ്പോൾ ഇതൊന്നും നിങ്ങൾ ഓർത്ത് വെക്കുക. ഈ ഇക്വേഷനേക്കാൾ പ്രാധാന്യം നിങ്ങൾ നോക്കേണ്ടത് ഇതാണ്. എപ്പോഴാണ് ഓരോ പ്രോസസ്സും നമുക്ക് പറയാൻ പറ്റുന്നത്? ദിസ് ഈസ് ഐസോതേർമൽ, ദിസ് ഈസ് ഐസോബാറിക്, ദിസ് ഈസ് ഐസോകോറിക് ആൻഡ് ദിസ് ഈസ് അഡിയാബാറ്റിക്. മനസ്സിലായോ? ഇതൊന്ന് നോക്കാം. ഇവിടെ നമ്മൾ പഠിച്ചു വെക്കേണ്ട അടുത്തത് സ്പെസിഫിക് ഹീറ്റ് ആണ്. സ്പെസിഫിക് ഹീറ്റിൻ്റെ ഫോർമുല, സ്പെസിഫിക് ഹീറ്റ് ഇൻ എ polytropic process. Specific heat C is equal to R by, നമുക്കറിയാം R by gamma minus 1, അതാണ് സി വി. R by gamma minus 1 plus R by 1 minus N. ഇങ്ങനൊരു ഫോർമുലയാണ്. C is equal to R by gamma minus 1 plus R by 1 minus N. N എന്താ? ഇതാണ് ഈ സാധനം. ഈ എന്നിൻ്റെ പേരെന്താണെന്ന് അറിയാമോ? ശരിക്കും ഈ എന്നിനെ വിളിക്കുന്നതാണ്, ആ പവറിനെ വിളിക്കുന്നതാണ് പോളിട്രോപ്പിക് ഇൻഡെക്സ്. അപ്പോൾ ജനറലായിട്ട് ഒരു തെർമോഡൈനാമിക് പ്രോസസ്സാണ് ഞാനിവിടെ എഴുതിയത്. പി വി റേസ് ടു എൻ ഈസ് എ കോൺസ്റ്റൻറ്റ്. ആ പി വി റേസ് ടു എൻ ഈസ് എ കോൺസ്റ്റൻറ്റിൽ എന്നിൻ്റെ വാല്യൂ മാറുന്നതനുസരിച്ച് നമ്മൾ പഠിച്ച 4 പ്രോസസ്സ് കിട്ടും. ആ എന്നിനെയാണ് പോളിട്രോപ്പിക് ഇൻഡെക്സ്. ഇഫ് ദി പോളിട്രോപ്പിക് ഇൻഡെക്സ് ഈസ് 1, isothermal. When the polytropic index is 0, isobaric. When the polytropic index is infinity, isochoric. And when the polytropic index is the ratio of specific heat is gamma, adiabatic. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. C is equal to R by gamma minus 1 plus R by 1 minus n. ഇപ്പോൾ ഇതിൽ നിന്ന് ശ്രദ്ധിക്കാം, ഇതിൽ നിന്ന് നമുക്ക് ഓരോ വാല്യൂസ് ഞാനിവിടെ കൊടുക്കുകയാണെങ്കിൽ, ഇവിടെ ഓരോ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമല്ലോ സ്പെസിഫിക് ഹീറ്റ് ഐസോതേർമലിന്. ഫോർ ഐസോതേർമൽ പറയൂ, സി ഈസ് ഈക്വൽ ടു എന്താവും? നമുക്ക് നോക്കാമല്ലോ, നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. സി എന്താവും? ആർ ബൈ, ശ്രദ്ധിച്ചോളൂ, ഗാമ മൈനസ് 1 പ്ലസ് ആർ ബൈ 1 മൈനസ് 1. കാരണം n 1 അല്ലേ? ആർ ബൈ 0. ആർ ബൈ 0 നമ്മൾ കൺസിഡർ ചെയ്ത് ഇൻഫിനിറ്റ് അല്ലേ? അപ്പോൾ ദിസ് വിൽ ബിക്കം ഇൻഫിനിറ്റ് ആണല്ലോ. നമുക്ക് കിട്ടി ഐസോതേർമൽ പ്രോസസ്സിന് സ്പെസിഫിക് ഹീറ്റ് ഇൻഫിനിറ്റ് ആണ്. കണ്ടോ, ഇതൊക്കെ നമുക്ക് കിട്ടുന്ന നോളേജാണ്. ഫോർ എൻ ഐസോതേർമൽ പ്രോസസ് സ്പെസിഫിക് ഹീറ്റ് ഈസ് ഇൻഫിനിറ്റ്. ഇനി ഇത് ഒരു ഐസോബാറിക് പ്രോസസ് ആണെങ്കിലോ സി ഈസ് ഈക്വൽ ടു n 0 ആണ്. അപ്പോൾ ആർ ബൈ ഗാമ മൈനസ് 1 പ്ലസ് ആർ ബൈ 1 മൈനസ് 0, അതായത് 6.
ആർ ബൈ ഗാമ മൈനസ് വൺ പ്ലസ് ആർ എന്തായിരിക്കും? ഗാമ മൈനസ് വണ്ണോട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ഗാമ ആർ ബൈ ഗാമ മൈനസ് വൺ. കോൺസ്റ്റന്റ് പ്രഷറിലെ സ്പെസിഫിക് ഹീറ്റ്, ഇതിനെ നമ്മൾ വിളിക്കുക സി പി എന്നാണ്. എന്താ സി പി എന്ന് വിളിക്കാൻ കാരണം? പ്രഷർ കോൺസ്റ്റന്റ്. അപ്പോൾ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എന്താ? ഗാമ ആർ ബൈ ഗാമ മൈനസ് വൺ. അത് ഇതിൽ നിന്ന് കിട്ടി. ഇനി n ഇൻഫിനിറ്റി ആയാലോ? n ഇൻഫിനിറ്റി ആയാലോ? പറയൂ. ഐസോകോറിക് n ഇൻഫിനിറ്റി ആണ്. അപ്പോൾ സി എന്താവും? പറയൂ. ഐസോകോറിക്കിന് n ഇൻഫിനിറ്റി ആകുമ്പോൾ സി എന്താവും? ഞാൻ ഇവിടെ വേണമെങ്കിൽ അത് എഴുതാം. ഐസോകോറിക്കിന് ഐസോകോറിക് സി ഈസ് ഈക്വൽ ടു ആർ ബൈ വീണ്ടും ഗാമ മൈനസ് വൺ പ്ലസ് ആർ ബൈ വൺ മൈനസ് ഇൻഫിനിറ്റി വൺ മൈനസ് ഇൻഫിനിറ്റി എന്നല്ലേ. അപ്പോൾ ഇത് സീറോ ആയി മാറും. ഈ ടേം സീറോ ആവും. അപ്പോൾ സി ഈസ് ഈക്വൽ ടു ആർ ബൈ ഗാമ മൈനസ് വൺ. കോൺസ്റ്റന്റ് വോളിയത്തിലെ സ്പെസിഫിക് ഹീറ്റ് ഇതാണ് സി വി. സി പി ഗാമ ആർ ബൈ ഗാമ മൈനസ് വൺ, സി വി ആർ ബൈ ഗാമ മൈനസ് വൺ. ഇനി അവസാനം അഡിയാബാറ്റിക്കിനോ? അതാണ് രസകരമായ റിസൾട്ട്. അഡിയാബാറ്റിക്കിനോ? സി ഈസ് ഈക്വൽ ടു ആർ ബൈ ഗാമ മൈനസ് വൺ പ്ലസ് ആർ ബൈ വൺ മൈനസ് n ഗാമയാണ്. ഗാമ. അപ്പോൾ ആർ ബൈ ഗാമ മൈനസ് വൺ പ്ലസ് ആർ ബൈ വൺ മൈനസ് ഗാമ എന്ന് പറഞ്ഞാൽ അത് മൈനസ് ആർ ബൈ ഗാമ മൈനസ് വൺ അല്ലേ? അപ്പോൾ ആർ ബൈ ഗാമ മൈനസ് വൺ മൈനസ് ആർ ബൈ ഗാമ മൈനസ് വൺ ഇത് സീറോ. അഡിയാബാറ്റിക് പ്രോസസ്സിന് സ്പെസിഫിക് ഹീറ്റ് സീറോ ആണ്. കാരണം എന്താ? സ്പെസിഫിക് ഹീറ്റ് ഉണ്ടാവണമെങ്കിൽ ഹീറ്റ് അബ്സോർബ് ചെയ്യണ്ടേ, അല്ലെങ്കിൽ ഹീറ്റ് റിജക്റ്റ് ചെയ്യണ്ടേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് അഡിയാബാറ്റിക് പ്രോസസ് ടേക്സ് പ്ലേസ് വിതൗട്ട് എനി എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ്. അപ്പോൾ ഹീറ്റ് വാങ്ങലും ഹീറ്റ് കൊടുക്കലും അഡിയാബാറ്റിക് പ്രോസസ്സിലില്ല. അപ്പോൾ അഡിയാബാറ്റിക് പ്രോസസ്സിൻ്റെ സ്പെസിഫിക് ഹീറ്റ് ഇൻഫിനിറ്റ് ആണ്. അപ്പോൾ കണ്ടോ, ഈ ഒരൊറ്റ പ്രോസസ്സ് വെച്ചിട്ട് നമുക്ക് എന്നിൻ്റെ വാല്യൂ മാറുന്നതനുസരിച്ച് ഓരോ പ്രോസസ്സിൻ്റെ പേരുകൾ കൊടുക്കാം. ആ ഓരോ പ്രോസസ്സിൻ്റെയും സ്പെസിഫിക് ഹീറ്റ് കണ്ടുപിടിക്കാം. ഫോർ ഐസോതേർമൽ സ്പെസിഫിക് ഹീറ്റ് ഈസ് ഇൻഫിനിറ്റി. ഫോർ ഐസോബാറിക് ഇറ്റ് ഈസ് ഗാമ ആർ ബൈ ഗാമ മൈനസ് വൺ. അതാണ് കോൺസ്റ്റന്റ് പ്രഷർ സി പി. ഫോർ ഐസോകോറിക് ആർ ബൈ ഗാമ മൈനസ് വൺ, അത് സി വി. ആൻഡ് ഫോർ അഡിയാബാറ്റിക് സ്പെസിഫിക് ഹീറ്റ് എന്താണ്? സീറോ. ക്ലിയർ ആയോ? ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് വരും. ഓക്കെ. അപ്പോൾ നമ്മൾ പഠിച്ച പോളിട്രോപ്പിക് പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു 2 ക്വസ്റ്റ്യനും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. കണ്ടോ? ഫോർ എ ഡയാറ്റമിക് ഗ്യാസ് ഡയാറ്റമിക് ആണ്. ടോട്ടൽ സ്പെസിഫിക് ഹീറ്റ് ഡ്യൂറിങ് എ പ്രോസസ്. ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. ആ പ്രോസസ്സിലെ ടോട്ടൽ സ്പെസിഫിക് ഹീറ്റ് സി, അത് 3R ആണ്. അങ്ങനെയാണെങ്കിൽ ആ പ്രോസസ്സിൽ പ്രഷറും വോളിയവും തമ്മിൽ പി ആൻഡ് വി, പ്രഷർ വോളിയം തമ്മിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഈ 4 എണ്ണത്തിൽ ഏത് റിലേഷനാണ് പോസിബിൾ? ദി പോസിബിൾ റിലേഷൻ ബിറ്റ്വീൻ പി ആൻഡ് വി ഈസ് പി വി ഈസ് എ കോൺസ്റ്റന്റ്. അത് വരാം. അത് ഐസോതേർമലാണെങ്കിൽ പ്രോസസ്സ് പറഞ്ഞിട്ടില്ല. എന്താണോ ഇതിൽ വരാൻ സാധ്യതകൾ? ഇതാണ് ചോദ്യം. അപ്പോൾ ഇതറിയണമെങ്കിൽ നമുക്ക് എന്ത് വേണം? പോളിട്രോപ്പിക് പ്രോസസ്സിൽ പി വി റേസ് ടു എൻ ഈസ് എ കോൺസ്റ്റന്റ് അല്ലേ? അപ്പോൾ ആ എൻ കിട്ടണം. വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് എൻ? അപ്പോൾ നമുക്കറിയാം വി ഹാവ് പി വി റേസ് ടു എൻ ഈസ് എ കോൺസ്റ്റന്റ്. ഇത് നമുക്കറിയാം. അപ്പോൾ നമുക്ക് എൻ കണ്ടുപിടിച്ചാൽ അത് എൻ 1 ആണെങ്കിൽ ഫസ്റ്റ് അങ്ങനെ പറയാലോ. എൻ -1 ആണെങ്കിലോ പി വി റേസ് ടു -1. അപ്പോൾ പി ബൈ വി കോൺസ്റ്റന്റ്. എൻ 2 ആയാലോ പി വി സ്ക്വയർ. അത് അറിയില്ല നമുക്കിതിൽ ഏതാണ്. അപ്പോൾ എൻ കണ്ടുപിടിക്കണം. ആ എൻ കാണാനുള്ള ഹിൻറ്റാണ് സി ഈസ് ഈക്വൽ ടു 3R. അപ്പോൾ സി എന്താ? സി നമുക്കറിയാലോ. ആ ഇക്വേഷൻ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. സി സ്പെസിഫിക് ഹീറ്റ് ഈസ് ആർ ബൈ ഗാമ -1 പ്ലസ് ആർ ബൈ 1 - n.
നമ്മൾ പറഞ്ഞതാ. അപ്പോൾ സി ആർ ബൈ ഗാമ മൈനസ് 1 പ്ലസ് ആർ ബൈ 1 മൈനസ് എൻ. ഈ സി ആണ് 3R. ഓക്കെ, ഗാമയാണ് ഡയാറ്റമിക് ഗ്യാസിൻ്റെ ഗാമ. നമ്മൾ കുറേയായി പറഞ്ഞുകൊണ്ട് പോകുന്നത് 7/5. അപ്പോൾ ഇത് നമുക്ക് എന്ത് എഴുതാം? ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫോർമേഷൻ വെച്ച് നമുക്ക് എന്ത് എഴുതാം? 3R സി ആണല്ലോ, 3R ഈക്വൽ ടു ആർ ബൈ ഗാമ. ഡയാറ്റമിക് ഗ്യാസിൻ്റെ ഗാമ 7/5. 7/5 മൈനസ് 1 പ്ലസ് ആർ ബൈ 1 മൈനസ് എൻ. പണ്ട് ഈ ആറൊക്കെ വെട്ടിപ്പോയി. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താ കിട്ടുക? 3 ഈസ് ഈക്വൽ ടു 7 മൈനസ്, നമുക്ക് ചെറിയ പിള്ളേരൊന്നല്ലല്ലോ, നമുക്ക് ചെയ്തൂടെ? 7 മൈനസ് 5 മൾട്ടിപ്ലൈ ചെയ്താൽ പോലെ. 7 മൈനസ് 5 2. ഇതിന് 5 മുകളിൽ പോകും. അപ്പോൾ 5/2 പ്ലസ് 1/1 മൈനസ് എൻ. കിട്ടിയില്ലേ? അപ്പോൾ ഇത് വാട്ട് ഈസ് 1/1 മൈനസ് എൻ? അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? 1/1 മൈനസ് എൻ ഈസ് ഈക്വൽ ടു 1/1 മൈനസ് എൻ ഈസ് ഈക്വൽ ടു, ഇത് ഇങ്ങോട്ട് എടുത്താൽ മതി, 3 മൈനസ് 5/2. ഇത് ചെയ്ത പോലെ തന്നെ 3 into 2 3 into 2 6 6 മൈനസ് excuse me 3 into 2 6 6 minus 5 1. ഇത് 1/2 ആയി. 1 1. അപ്പോൾ അതിന് 1 മൈനസ് എൻ ഇസ് ഈക്വൽ ടു 2 എന്നായി. അപ്പം എൻ അല്ലേ വേണ്ടത്? അപ്പോൾ എൻ എന്തായിരിക്കും വരിക? എൻ അങ്ങോട്ട് എടുക്കും. ഇവിടം വരെ എത്തിച്ചിട്ട് തെറ്റിച്ച് എത്ര ആൾക്കാരുണ്ടറിയോ? എൻ. അപ്പോൾ 2 പ്ലസ് 1 3. അതാ ഇത് ചെയ്യാനുള്ള സമയമില്ല. ഇത്ര മേലെ എത്തിച്ചാൽ എന്താ ചെയ്തൂടെ? എൻ അല്ലേ കാണേണ്ടത്? എൻ അങ്ങോട്ട് എടുത്താൽ 2 ഇങ്ങോട്ട് വരും. അപ്പോൾ എൻ ഇസ് ഈക്വൽ ടു 1 മൈനസ് 2 ആണ്. 1 പ്ലസ് 2 അല്ല, വിച്ച് ഈസ് -1. അപ്പോൾ ഈ സ്ഥലത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും? PV raised to -1. PV raised to -1. അതായത് P/V is a constant. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായി? C. ഓക്കെ ഓക്കെ നമ്മൾ ആ ഐസോട്രോപിക് പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ, പക്ഷേ ഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല. ഒറ്റ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. PV ഡയഗ്രാം, അപ്പോഴും പ്രഷർ വോളിയം ഡയഗ്രാം ഫോർ an ideal monoatomic gas is parabolic as shown. ഇക്വേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല, പാരബോളിക്കാണ്. അപ്പോൾ ഇതിനകത്തൊരു മാത്തമാറ്റിക്കൽ നമ്മൾ അറിയണം. പാരബോളിക് നമ്മളെപ്പോഴും പറയുക എങ്ങനെയാണ്? P is proportional to V square. If y is proportional to x square, ഈ പാരബോൾ അങ്ങനെയല്ലേ? If y is proportional to x square. അപ്പോൾ പാരബോളിക് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിൽ നിന്ന് നമ്മൾ എഴുതാണ് P is proportional to V square or P by V square is a constant, which means P V raised to -2 is constant. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ P V raised to n കോൺസ്റ്റൻ്റ് ആണ്. ആർക്ക്? ഫോർ പോളിട്രോപ്പിക് പ്രോസസ്സിന്. അപ്പോൾ ഇത് നമുക്ക് എന്ത് കിട്ടും? therefore n is equal to -2 എന്ന് കിട്ടി. മതി, n കിട്ടിയാൽ മതിയോ? അല്ല, മോളാർ സ്പെസിഫിക് ഹീറ്റ് ഫോർ ദി ഗ്യാസ് കണ്ടുപിടിക്കണം. അപ്പോൾ മോളാർ സ്പെസിഫിക് ഹീറ്റിൻ്റെ ഫോർമുല എന്താണ്? C is equal to R by gamma -1 plus R by 1 minus n. അതിൽ n കിട്ടി. ഗാമ വേണ്ടേ? നോക്കൂ, മോണോ ആറ്റോമിക് ഗ്യാസ്. മോണോ ആറ്റോമിക് ഗ്യാസിൻ്റെ ഗാമ എത്രയാണ്?
ഡയാറ്റമിക്കിന് 7/5 നന്നേരം പറഞ്ഞു അടുത്ത് മുമ്പത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുള്ളൂ. മോണോ ആറ്റമിക് ഗ്യാസിന് 5/3. അപ്പോൾ ഗാമ ഈസ് 5/3. അതങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ സി വി എന്ന് എടുക്കാം, എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. R/Γ-1 ഈസ് CV. അതും കൂടി ഞാനിവിടെ പറഞ്ഞുതരാം. അപ്പോൾ ആ രീതിയിൽ ഞാൻ എഴുതാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതൊരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ C = R/Γ-1 + R/1 - n. നമ്മൾ നേരത്തെ എഴുതിയല്ലോ, CV ഈസ് R/Γ-1. ഫോർ മോണോ ആറ്റമിക് ഗ്യാസിന് അത് 3/2 R ആണ്. ഇനി ഇവിടെ നിങ്ങൾ 5/3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും അത് തന്നെയാണ് കിട്ടാൻ പോണത്. 5/3 - 1 5 - 3 2 3 മോളിൽ പോകും. 3/2 R ആണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ C is equal to 3/2 R plus R/1 - 2. അപ്പോൾ 1 + 2 അത് 3 ആവും. അപ്പോൾ LCM നമ്മൾ 6 എടുക്കുകയാണെങ്കിൽ 2 will go in 6. 3 times 3 into 3 9R plus 3 will go in 6 2 times 2R, which is 11R/6. The answer is B. മനസ്സിലായോ? 11R/6. ആൻസർ ഈസ് ബി. അപ്പോൾ ഇതിന്ന് ഞാനിപ്പോൾ നിങ്ങൾക്കൊരു എഡീഷണൽ ഇൻഫോർമേഷൻ തരികയാണ്. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ എടുത്തതുകൊണ്ട്, ഈ സാധനം ഞാൻ എടുത്തതുകൊണ്ട് നിങ്ങൾക്കൊരു എഡീഷണൽ ഇൻഫോർമേഷൻ ഞാൻ തരികയാണ്. എന്താണ് എഡീഷണൽ ഇൻഫോർമേഷൻ എന്നറിയോ? ശ്രദ്ധിച്ചോളൂ. ഒരു ഇതാക്കി എടുക്കുകയാണെങ്കിൽ, മോണോ ആറ്റോമിക് ഗ്യാസിന് CV 3/2 R ആണ്. CP 5/2 R ആണ്. ഗാമ 5/3 ആണ്. ഇത് അറ്റ്ലീസ്റ്റ് ഓർത്ത് വെക്കുക. ഇത് നമ്മൾ മുമ്പത്തെ കുറേ ചാപ്റ്ററിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഡയാറ്റമിക് ഗ്യാസിനാണെങ്കിൽ CV 5/2 R ആണ്. CP 7/5 R ആണ്. ഗാമ 7/2 R, സോറി 7/2 R ആണ്. ഗാമയാണ് 7/5. അറ്റ്ലീസ്റ്റ് ഇത് ഓർത്ത് വെക്കുക. പിന്നെ ട്രാറ്റമിക് ലീനിയർ അങ്ങനെയൊക്കെ ഉണ്ട്, അത് നമുക്ക് വലിയ ചെയ്യുന്നതനുസരിച്ച് ഓർത്ത് വെക്കാം. ഇതാണ്. പിന്നെ ഓർത്ത് വെക്കേണ്ട ഫോർമുല CP യും CV ആണ്. CV ഈസ് R/Γ-1. അതാണ് CP ഈസ് Γ-R/Γ-1. ഇതും ഓർത്ത് വെക്കേണ്ട ചില ഫോർമുലകളാണ്, ഇക്വേഷൻസ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ.